നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Ideal Decor, Home and Office Furniture and Accessories. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, കാസർഗോഡ്, ചെറുവത്തൂർ, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരി സ്കൂൾ മുൻവശം, പയ്യന്നൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കയർ തൊഴിലാളികൾക്കുള്ള സബ്സിഡി സർക്കാർ നിർത്തലാക്കിയത് കയർ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സബ്സിഡി നിർത്തലാക്കിയത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനോത്സവം ഏപ്രിൽ 20 മുതൽ 30 വരെ കാലിക്കടവിൽ നടക്കും. മുന്നൊരുക്കങ്ങൾ സജീവമായി. വ്യാപാരി വ്യവസായ സമിതി ചെറുതാഴം പഞ്ചായത്ത് കൺവെൻഷൻ പിലാത്തറ വ്യാപാര ഭവനിൽ നടന്നു. വാർത്തകൾ വിശദമായി. ചകിരി സംഭരിച്ച് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ കയർഫെഡിന് അനുവദിച്ച തുക നൽകാതായതോടെ കയർ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് സബ്സിഡി നിർത്തലാക്കിയത്. കഴിഞ്ഞ ജനുവരിയിലാണ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ചകിരി സംഭരണ വിതരണത്തിനായി കയർഫെഡിന് 5 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. ഇതനുസരിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കയർ സംഘങ്ങൾക്കും ആവശ്യമായ ചകിരി കയർഫെഡ് മുഖാന്തരം സബ്സിഡി നിരക്കിൽ നേരിട്ട് സംഭരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന കയർഫെഡിന് തന്നെ ലഭ്യമാക്കണം. എന്നാൽ മാസങ്ങളായി സംഭരിച്ച കയറിനു കയർഫെഡ് വില നൽകിയിട്ടില്ല. ഈ ഇനത്തിൽ 10 മുതൽ 70 ലക്ഷം രൂപ വരെ കയർ സംഘങ്ങൾക്ക് ലഭിക്കാനുണ്ട്. സബ്സിഡി തുക ലഭിക്കാത്തതാണ് തുക വിതരണം മുടങ്ങാൻ കാരണമായി അധികൃതർ പറയുന്നത്. കയർ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ക്രയവില സ്ഥിര പദ്ധതിയും നിലച്ചിരിക്കുകയാണ്. ചെറുകിട കയർ ഉൽപ്പാദകരെ പൂർണ്ണമായും സർക്കാർ സഹകരണ മേഖലയിൽ കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതികൾ. കയർ കോർപ്പറേഷൻ ഓർഡർ അനുസരിച്ച് കയർ ഉൽപ്പാദിപ്പിച്ച് നൽകിയാൽ സഹകരണ സംഘങ്ങൾ വഴി തുക വിതരണം ചെയ്യുന്നുവെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഇപ്രകാരം ഉൽപ്പാദിപ്പിച്ച് നൽകിയ കയറിനു പണം കൈമാറാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. കയർ കോർപ്പറേഷന് സർക്കാർ അനുവദിച്ച തുക പോലും ട്രഷറിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് തടസ്സമായി പറയുന്നത്. കയർ കോർപ്പറേഷൻ വഴി ചെറുകിട ഉൽപ്പാദകരുടെ സഹകരണ സംഘങ്ങൾക്ക് MDA വിതരണം ചെയ്യുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ 3 മാസമായി ഇതും ലഭിച്ചിട്ടില്ല. സബ്സിഡി ലഭിക്കാത്ത സാഹചര്യത്തിൽ ചെറുകിട സൊസൈറ്റികളിൽ ഉൽപ്പാദിപ്പിച്ച കയർ കെട്ടിക്കിടക്കുകയാണ്. പല സൊസൈറ്റികളിലും കുടിശ്ശികയായി കിട്ടാനുള്ള തുകയും വലുതാണ്. ഈ സാഹചര്യത്തിൽ സൊസൈറ്റികളുടെ പ്രവർത്തനവും മുരടിക്കുകയാണെന്നാണ് സെക്രട്ടറി ചിത്ര പറയുന്നത്. ഉൽപ്പാദനം നന്നായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മെഷീനും അടിസ്ഥാന വികസനത്തിൽ എന്തെല്ലോ കിട്ടുന്നുണ്ട്. പക്ഷേ ഉൽപ്പാദനം ഇവർക്ക് കൂലി കിട്ടേണ്ട എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ അത് കൊടുക്കാൻ ഇടയുള്ളവർക്ക് നമുക്ക് പറ്റുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ട്. സെക്രട്ടറിമാരുടെ ശമ്പളമൊന്നും കിട്ടാതെ ഒരുപാട് ആളുണ്ട്. മാസങ്ങളോളം കിട്ടാത്തവരുണ്ട്. നമ്മളിങ്ങനെ ഒപ്പിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഒന്നും തീരെ കിട്ടാത്തവർ എത്രയോ ആളുണ്ട്. കൂലി മാസങ്ങളായിട്ടില്ലാതെ വർക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ 10 വർക്കേഴ്സ് ഉണ്ട്. അവരെന്നെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായാലേ പറ്റൂ. കയർ കേരള അന്തർദേശീയ പ്രദർശനങ്ങൾക്കായി സർക്കാർ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. സാധാരണ തൊഴിലാളികൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നുമില്ല. ഇതുവഴി കയർ മേഖലയിൽ ഉണ്ടാകുന്ന ഉണർവും നിലച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. പി കരുണാകരൻ MP സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അടുക്കളയായാലും നമ്മുടെ ബെഡ്റൂമായാലും പക്ഷെ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, നമ്മുടെ വീട് വിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, വീടിന്റെ മുറ്റം വിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റോഡ് ഈ മാലിന്യങ്ങളൊക്കെ
ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷനായി. സെമിനാറിന്റെ ഭാഗമായി പദ്ധതി അവലോകനം, പദ്ധതി അവതരണം എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം MP രാജീവൻ, VV പ്രീത, VV ലളിത, P കുഞ്ഞിക്കണ്ണൻ, E വസന്ത എന്നിവർ സംസാരിച്ചു. സെമിനാറിന്റെ ഭാഗമായി 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡ് കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് ശേഖരണ ടാങ്കുകളും വീടുകളിൽ പൈപ്പ് കമ്പോസ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനവും MP നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല ചെസ് ടൂർണമെന്റ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. TV രാജേഷ് MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചെസ് ഇന്ന് മിക്ക രാഷ്ട്രങ്ങളും സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ചെസ് ബുദ്ധിവികാസത്തിനും സ്വഭാവ രൂപീകരണത്തിനുമൊക്കെ സഹായകരമാണെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ TV രാജേഷ് MLA പറഞ്ഞു. എല്ലാ സ്കൂളുകളിലും ചെസ് കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ അവരുടെ മാനസികമായ ബുദ്ധിപരമായ വളർച്ചയ്ക്കും സ്വഭാവ രൂപീകരണത്തിനും അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും ഒക്കെ വളരെയേറെ സഹായകരമാണ് ചെസ് എന്ന് ശാസ്ത്രീയമായി തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ EP കണ്ണൻ അധ്യക്ഷനായി. കൗൺസിലർ KV ബാബു, KV ഗിരീഷ്, ബൽറാം VV, P രഘുനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുട്ടികൾക്ക് ചെസ് കോച്ചിംഗ് ക്യാമ്പും നടത്തി. ഡോക്ടർ KV ദേവദാസ് കുട്ടികൾക്ക് ചെസ്സിനെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനോത്സവം ഏപ്രിൽ 20 മുതൽ 30 വരെ കാലിക്കടവ് മൈതാനിയിൽ നടക്കും. മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം പടുവളം ബ്ലോക്ക് പരിശീലന ഹാളിൽ നടന്നു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളെ സഹകരിപ്പിച്ചുകൊണ്ടാണ് വികസനോത്സവം 2015 സംഘടിപ്പിക്കുന്നത്. വികസനോത്സവത്തിന്റെ ഭാഗമായി കാർഷിക, വ്യാവസായിക, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടക്കും. വികസനോത്സവം വൻ വിജയമാക്കുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം പടുവളം ബ്ലോക്ക് പരിശീലന ഹാളിൽ P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പക്ഷേ വിക്ടിംസ് അല്ലെങ്കിൽ പോലും അതിന്റെ ഭാഗമായിട്ട് തൃക്കരിപ്പൂർ ആശുപത്രിയായാലും ചെറുവത്തൂർ ആശുപത്രിയായാലും നീലേശ്വരം ആശുപത്രിയായാലും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നത് മാത്രമല്ല, ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും AO ഓഫീസ് ഇതിന്റെ പരിധിയിൽ വരികയാണ്. ചടങ്ങിൽ K കുഞ്ഞിരാമൻ MLA, PP ശ്യാമളാദേവി, V ഗൗരി, AV രമണി, P ജനാർദ്ദനൻ, C കാർത്യായനി, M ബാലകൃഷ്ണൻ, C കുഞ്ഞികൃഷ്ണൻ, TV ഗോവിന്ദൻ, TK പൂക്കോയത്തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വികസനോത്സവത്തിന്റെ നടത്തിപ്പിനായി K കുഞ്ഞിരാമൻ MLA ചെയർമാനും TV ഗോവിന്ദൻ കൺവീനറുമായുള്ള സംഘാടക സമിതിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ സങ്കീർത്തനയുടെ നേതൃത്വത്തിൽ ഗാന്ധി പാർക്കിൽ മഹാത്മാഗാന്ധി അനുസ്മരണവും സൗജന്യ വീൽചെയർ വിതരണവും നടന്നു. പരിപാടി കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ KP നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മഹാനായ മഹാത്മാഗാന്ധിയുടെ ഈ അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സങ്കീർത്തനയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി അനുസ്മരണവും നിർധനരും അവശരുമായ രോഗികൾക്ക് സൗജന്യ വീൽചെയർ വിതരണവും നടന്നു. ചടങ്ങിൽ KV മോഹനൻ അധ്യക്ഷനായിരുന്നു. വീൽചെയർ വിതരണം KP നൂറുദ്ദീൻ നിർവഹിച്ചു. യുവ കവയിത്രി CP ശുഭ അനുസ്മരണ പ്രഭാഷണം നടത്തി. K ജയരാജ്, MK രാജൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, TS സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം CITU സെൻട്രൽ ഹാളിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം 83 കോടി വിദേശ നാണ്യം മാത്രം നേടിക്കൊടുക്കുന്നവർക്ക് അവരുടെ ഒരു സാമൂഹ്യമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നത് ഈ 1 കോടി ചില്ലാനും വരുന്ന സംഖ്യ മാത്രം. മത്സ്യമേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന കേരള സർക്കാരിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം കൊണ്ടുവരുമെന്ന് സമ്മേളനം വിലയിരുത്തി. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി K നാരായണൻ അധ്യക്ഷനായിരുന്നു. T ഗോവിന്ദൻ, MV ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് 2015-16 വർഷത്തേക്കുള്ള ജനകീയ ആസൂത്രണ പദ്ധതിയിൽ 2.5 കോടിയുടെ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. രാമന്തളി ഗവൺമെന്റ് LP സ്കൂളിൽ C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വികസന സെമിനാറുകളിൽ ചർച്ച ചെയ്ത് അന്തിമ രൂപം നൽകണമെന്നതാണ് പൊതുവായ നിർദ്ദേശം. അങ്ങനെ വരുമ്പോഴും അതിന് മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളുടെ ചട്ടക്കൂട്ടിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട്
രാമന്തളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ 2015-16 വർഷത്തെ പദ്ധതിക്കായി 2,44,82,504 രൂപയുടെ പദ്ധതിയായി. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് 23,75,644 രൂപയും തരിശുഭൂമി കൃഷിയോഗ്യമാക്കാനായി 1,25,00,000 രൂപയും പട്ടികജാതി ക്ഷേമ വികസനത്തിനായി 21,98,900 രൂപയും വകയിരുത്തി. ജലസേചനത്തിനായി പുഴയോരങ്ങളിൽ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് 1,00,000 രൂപയും നീക്കിവെച്ചു. ബഡ്സ് സ്കൂളിനായി 50,000 രൂപയും വകയിരുത്തി. വിവിധ ഭാഗങ്ങളിലേക്കുള്ള റോഡിനും ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ പദ്ധതി അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MV ഗോവിന്ദൻ, പി ശ്യാമള, KC ഖാദർ, KP ലക്ഷ്മണൻ, A കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു. വ്യാപാരി വ്യവസായ സമിതി ചെറുതാഴം പഞ്ചായത്ത് കൺവെൻഷൻ പിലാത്തറ വ്യാപാര ഭവനിൽ നടന്നു. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി വി ഗോപിനാഥ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ശമ്പളം, അധ്യാപകരുടെ ശമ്പളം, റോഡും പാലും ഉണ്ടാക്കുന്നതിന് കൊണ്ടുള്ള ചെലവ്, മറ്റ് ചെലവുകളൊക്കെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള വരുമാനത്തിന്റെ വലിയൊരു പങ്ക് പിരിച്ചു കൊടുക്കുന്നത് ഈ വ്യാപാരി സമൂഹമാണ്. ചെറുകിട ഇടത്തരം വ്യാപാരികളുടെ ആശയും ആവേശവുമാണ് വ്യാപാരി വ്യവസായ സമിതി. പ്രവർത്തകരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് നിരന്തരമായ പ്രവർത്തനങ്ങളാണ് സമിതി നടത്തിവരുന്നത്. കൺവെൻഷനിൽ സമിതി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഉമ്മർ അധ്യക്ഷനായിരുന്നു. കൺവെൻഷനോടനുബന്ധിച്ച് ക്ഷേമനിധി വിതരണം, മരണാനന്തര ധനസഹായ വിതരണം, ചികിത്സാ സഹായ വിതരണം എന്നിവയും നടന്നു. അംഗത്വ വിതരണം കെ പങ്കജവല്ലി നിർവഹിച്ചു. സമിതി പ്രവർത്തകരുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ വിതരണം ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. KPCC പ്രസിഡന്റായിരുന്ന S വരദരാജൻ നായരുടെ ജന്മശതാബ്ദി ആഘോഷ സംഘാടക സമിതി യോഗം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. യോഗം മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാർ ഉദ്ഘാടനം ചെയ്തു. ഒരാലോചന യോഗത്തിൽ വെച്ചാണ് ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റിക്ക് വന്നത്. അത് സാറുമായി ബന്ധമുണ്ടായിരുന്ന മുൻ മന്ത്രിയും പ്രമുഖ ട്രസ്റ്റ് യൂണിയൻ നേതാവും KPCC പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച S വരദരാജൻ നായരുടെ ജന്മശതാബ്ദി ആഘോഷ സംഘാടക സമിതി യോഗം ഗാന്ധി മന്ദിരത്തിൽ നടന്നു. ചടങ്ങിൽ M നാരായണൻകുട്ടി അധ്യക്ഷനായി. AP നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, K ജയരാജ്, MK രാജൻ, അഡ്വക്കേറ്റ് റഷീദ് കവ്വായ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശുചീകരണത്തിന് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് ജനശ്രദ്ധ ആകർഷിക്കുമ്പോൾ സംഘബലമോ പ്രതിഫലമോ ഇല്ലാതെ തന്റെ നാട്ടുവഴികൾ ശുചീകരിച്ച് വ്യത്യസ്തനാവുകയാണ് തൃക്കരിപ്പൂർ ഈയക്കാട്ടെ R കരുണാകരൻ. ഈയക്കാട് റോഡും പരിസരവും ഇദ്ദേഹം തനിച്ചാണ് ശുചീകരിക്കുന്നത്. കരുണാകരന്റെ മാതൃകാ പ്രവർത്തനത്തിന് ആദരവുമായി പ്രദേശത്തെ നന്മ പുരുഷ സ്വയം സഹായ സംഘം രംഗത്തെത്തി. പരിസര ശുചീകരണത്തിനായി ക്യാമ്പയിനും മറ്റും സംഘടിപ്പിച്ച് ശ്രദ്ധയാകർഷിക്കുമ്പോഴാണ് തന്റെ നാടും പരിസരവും ശുചീകരിച്ച് ഈയക്കാടുള്ള കരുണാകരൻ വ്യത്യസ്തനായത്. ഈയക്കാടെ റോഡും പരിസരവും ഏകനായാണ് കരുണാകരൻ ശുചീകരിച്ചത്. കരുണാകരന്റെ മാതൃകാ പ്രവർത്തനത്തെ ഈയക്കാട് നന്മ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഒരുപാട് സന്നദ്ധ സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒരു അജണ്ടയെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങളെ കുറിച്ച് നമുക്കറിയാം. KK ബാലൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ദിലീപ്, PV തമ്പാൻ, ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 2015-16 വർഷത്തെ വികസന സെമിനാർ മാതമംഗലം LP സ്കൂളിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ K സരള സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 2014-15 വർഷത്തെ പദ്ധതി അവലോകനം പഞ്ചായത്ത് സെക്രട്ടറി KV സതീശൻ നിർവഹിച്ചു. 2015-16 വർഷത്തെ പദ്ധതി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV പത്മനാഭൻ അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും ക്രോഡീകരണവും നടന്നു. VS രാധാമണി, PB ഗൗരി, K സത്യഭാമ, K ശാരദ, DN പ്രമോദ് എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ യൂത്ത് സെന്ററിന്റെ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ നിർവഹിച്ചു. പയ്യന്നൂരിലെ ലോഡ്ജിൽ മുറിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടായത്. ആ മനുഷ്യൻ കൊള്ളയടിക്കപ്പെട്ടു, ഒരർത്ഥത്തിൽ ജീവനും കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടുപോയി. ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഇങ്ങനെ ജീവൻ, ഒരു മനുഷ്യനോടുള്ള അല്ലെങ്കിൽ ഒരു ജീവിയോടുള്ള
സ്നേഹപരമായിട്ടുള്ള മനസ്സുകൾ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലം. ചടങ്ങിൽ KP സേതുമാധവൻ അധ്യക്ഷനായിരുന്നു. സീരിയൽ ഫെയിം ഡോക്ടർ R സുധീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. T വിശ്വനാഥൻ, MK ശ്രീജു, ശിവകുമാർ, CV രാജു, പ്രൊഫസർ K രാജഗോപാലൻ, P ശ്യാമള, S ജ്യോതി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കൈരളിയുടെ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന തെരുവ് നാടകവും അരങ്ങേറി. നാട്ടുനന്മയുടെ പച്ചപ്പുകൾ അന്യം നിന്ന് പോകുമ്പോൾ ഗ്രാമീണ സമൃദ്ധി കാത്തുസൂക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് തടിയൻകോവിൽ കൈരളി പുരുഷ സ്വയം സഹായ സംഘം. സംഘത്തിന്റെ മൂന്നാം വിള നെൽകൃഷിയുടെ വിത്തിടൽ കർമ്മം പടന്നക്കാട് കാർഷിക ഗവേഷണ കേന്ദ്രം ഫാം മാനേജർ PV സുരേന്ദ്രൻ നിർവഹിച്ചു. ഒറ്റവിള മുണ്ടോൻ വിളവെടുത്ത് തരിശിടുന്ന മുണ്ടക്കുളം വയലിലെ 50 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്ത് നിലമൊരുക്കി വയലോട് ചേർത്തുള്ള കുളത്തിൽ നിന്ന് ഊവോണി കെട്ടി വെള്ളം തേവി ചാലിട്ട് വെള്ളമൊഴുക്കി ജലസേചനത്തിനുള്ള വേലിയൊരുക്കിയാണ് കൈരളി പുരുഷ സഹായ സംഘം പ്രവർത്തകർ നടാടെ നെൽകൃഷിയിലേക്ക് തിരിഞ്ഞത്. KP ബാലകൃഷ്ണൻ പ്രസിഡന്റും K സുഗതൻ സെക്രട്ടറിയുമായി 13 പേരടങ്ങുന്ന തടിയൻകോവിൽ കൈരളി പുരുഷ സഹായ സംഘം വിത്തിടൽ ചടങ്ങ് പടന്ന ഫാം മാനേജർ PV സുരേന്ദ്രൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ M സുമതി, PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി മംഗലശ്ശേരിയിലെ പരേതനായ PP മധുസൂദനന്റെ നിർധന കുടുംബത്തിന് PP മധുസൂദനൻ കുടുംബസഹായ സംഘ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ നിർവഹിച്ചു. ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് അവർക്ക് എല്ലാവിധ സഹായങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഈ സംഭാവന നൽകിയവരുടെ പേരുകളൊക്കെ വായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കുടുംബത്തെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ എല്ലാവരുടെയും ഒരു കടമയായി കണ്ടുകൊണ്ടാണ് വളരെ ചെറിയ കാലപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അകാലത്തിൽ മരണപ്പെട്ട കടന്നപ്പള്ളി മംഗലശ്ശേരിയിലെ PP മധുസൂദനന്റെ കുടുംബത്തിന്റെ പണി പൂർത്തിയാകാതെ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കുടുംബസഹായ കമ്മിറ്റി രൂപീകരിച്ചത്. നാട്ടുകാരുടെയും കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ 2 ലക്ഷം രൂപ ചിലവിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. PK കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. EN പത്മനാഭൻ മാസ്റ്റർ, മുല്ലശ്ശേരി നാരായണൻ, PV ലളിത, KP ജനാർദ്ദനൻ, K രഘു, KV ബാലകൃഷ്ണൻ, മനോഹരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തടിയൻകോവിൽ ഗ്രാമ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചീറ്റ നെൽപ്പാടത്ത് മൂന്നാം വിള നെൽകൃഷി വിത്തിറക്കി. പടന്നക്കാട് കാർഷിക ഗവേഷണ കേന്ദ്രം ഫാം മാനേജർ PV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചീറ്റ നെൽപ്പാടത്ത് 1 ഏക്കർ സ്ഥലത്താണ് 10 പേരടങ്ങുന്ന ഗ്രാമ സ്വയം സഹായ സംഘം നിലമൊരുക്കി വിത്തിറക്കിയത്. കൃഷിസ്ഥലത്തോട് ചേർന്നുള്ള കുളത്തിൽ കൂട്ടായ്മയിൽ ചെയ്ത മത്സ്യകൃഷിയുടെ വിജയകരമായ വിളവെടുപ്പാണ് മൂന്നാം വിള നെൽകൃഷിക്ക് ഇവർക്ക് പ്രചോദനമായത്. പ്രദേശത്തിന് തന്നെ മാതൃകയാവുന്ന ഇവരുടെ പ്രവർത്തനത്തിന് നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും സംഘം പ്രവർത്തകർ പറയുന്നു. കൃഷി ചെയ്ത് നമുക്ക് കിട്ടുന്ന ഈ നെല്ലിന് ഇന്ന് ഏറ്റവും വിലക്കുറവാണ്. മില്ലിൽ കൊണ്ടുപോയാൽ വേണ്ടാത്തൊരവസ്ഥയാണ്. അതിനെപ്പറ്റി ഗവൺമെൻറ് തലത്തോ അല്ലെ പിന്നെ ഈ കൃഷിഭവൻ മുഖാന്തരം യാതൊരു നടപടിയും സ്വീകരിച്ചു കാണുന്നില്ല. കാരണം എന്നാൽ ഇത് നഷ്ടത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് ഈ നെല്ലിന് വിലയില്ലാത്തതുകൊണ്ട് നിൽക്കുന്നത്. പ്രസിഡന്റ് K ദേവരാജൻ, സെക്രട്ടറി K രതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ആഘോഷത്തോടെ നടന്ന വിത്തിറക്കൽ പടന്നക്കാട് കാർഷിക ഗവേഷണ കേന്ദ്രം മാനേജർ PV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഉത്സവ വിശേഷങ്ങൾ. കൊച്ചി ആദികണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ CD പ്രകാശനം ദേവസ്വം പ്രസിഡന്റ് തെക്കടവൻ രാമചന്ദ്രൻ ക്ഷേത്രം അന്ത്യത്തിരിയന് നൽകി പ്രകാശനം ചെയ്തു. ചെറുതാഴം രാഘവപുരം ക്ഷേത്രോത്സവം ഫെബ്രുവരി 3-ന് ആരംഭിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. തിങ്കളാഴ്ച ശുദ്ധിക്രിയകളും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പിലാത്രയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 3-ന് വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രം തന്ത്രി കരുമാരത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരി കൊടിയേറ്റും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഫെബ്രുവരി 6-ന് പ്രതിഷ്ഠാദിന നാളിൽ 25 കലശാഭിഷേകവും നടക്കും. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശ്രീഭൂതബലി, അന്നദാനം, അക്ഷരശ്ലോക സദസ്സ്, വൈകുന്നേരം കാഴ്ചശീവേലി, തിടമ്പു നൃത്തം, തായമ്പക എന്നിവയും ഉണ്ടാകും. 10-ന് രാവിലെ ആറാട്ടും കലശാഭിഷേകവും നടക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന ആറാട്ട് സദ്യയോടെ ഉത്സവം കൊടിയിറങ്ങും. മാധ്യമസമ്മേളനത്തിൽ വാരണക്കോട്ടില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി, A ദാമോദരൻ നമ്പ്യാർ, P ജനാർദ്ദനൻ നായർ, K കണ്ണൻ, KV ഗോകുലാനന്ദൻ എന്നിവർ സംബന്ധിച്ചു.
KTC കോഴിക്കോടിനെ 2 ഗോളിന് തോൽപ്പിച്ച് സുഭാഷ് സ്പോർട്സ് ക്ലബ്ബ് എടാട്ടുമൽ തൃക്കരിപ്പൂർ സെവൻസ് ഫുട്ബോളിന്റെ ക്വാർട്ടറിൽ കടന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് സുഭാഷ് സ്പോർട്സ് ക്ലബ്ബിന്റെ വിജയം. ആക്മി തൃക്കരിപ്പൂരും അൽഹുദ ബിരിച്ചേരിയും സംയുക്തമായി സംഘടിപ്പിച്ച തൃക്കരിപ്പൂർ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോളിൽ KTC കോഴിക്കോടും സുഭാഷ് എടാട്ടുമലും തമ്മിൽ വീറൂറ്റ മത്സരമാണ് കാഴ്ചവെച്ചത്. മുഴുനീള സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയികളെ കണ്ടെത്തുകയായിരുന്നു. പെനാൽറ്റിയിൽ 2-നെതിരെ 4 ഗോളുകൾ നേടിയ സുഭാഷ് സ്പോർട്സ് ക്ലബ്ബ് എടാട്ടുമൽ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഒരിടവേളയ്ക്ക് ശേഷം മാറ്റൊലി വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്കായി നെറ്റ്വർക്ക് ന്യൂസ് ടീം നിങ്ങൾക്കിടയിലേക്ക്. ദേശീയ ഗെയിംസിൽ രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണിപ്പോൾ കേരളം. ദേശീയ ഗെയിംസിന്റെ ആരവത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഇന്നത്തെ മാറ്റൊലി. 27 വർഷത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് ദേശീയ ഗെയിംസ് വരുന്നത്. ദേശീയ ഗെയിംസ് വരുന്നതിനനുബന്ധിച്ച് റൺ കേരള റൺ നടത്തിയുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിലുടനീളം ആവാലവൃദ്ധ ജനങ്ങൾ, കുട്ടികളടക്കം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സ്റ്റേഡിയങ്ങൾ കുറവാണ്, ഗ്രൗണ്ടുകൾ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് പല ഗ്രൗണ്ടുകളും നമുക്കിപ്പം പുതുതായിട്ട് നിർമ്മിച്ച് കിട്ടിയത് ഈ ഗെയിംസിന് ശേഷവും നമ്മുടെ കായിക പ്രേമികളായ കുട്ടികൾക്കും കായിക അഭ്യാസികൾക്കും അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ഒരു ഗുണം തന്നെയാണ്. ഏറ്റവും അഭിമാന നിമിഷമാണ് നമുക്കിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്നലെയോടുകൂടി നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ത്യയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ഉന്നതിയിലെത്തിയിരിക്കുകയാണ്. മലയാളിയുടെ ഒരു ഉത്സവമായിട്ട് ദേശീയ ഗെയിംസ് കേരളത്തിൽ സംഘടിപ്പിക്കേണ്ടതാണ്. പക്ഷേ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി ആ നിലയിലേക്ക് കേരളത്തിലെ കായിക മേഖലക്കകത്ത് ഒരു പുത്തൻ ഉണർവ് സൃഷ്ടിക്കേണ്ട ദേശീയ ഗെയിംസ്, എന്നാൽ ആ നിലയിലേക്ക് മലയാളിയുടെ മനസ്സിലെത്തിക്കുന്നതിന് വേണ്ടി അതിൻ്റെ സംഘാടനത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിലെ ഭരണ സംവിധാനത്തിന് ആ നിലയിൽ സാധിച്ചിട്ടില്ല. തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ദേശീയ ഗെയിംസ് ആ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത്. വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ 3 ഫുട്ബോൾ നടത്തുകയാണ്. ദേശീയ ഗെയിംസിന് എല്ലാ ആശംസകളും നമ്മൾ നേരുന്നു. ദേശീയ ഗെയിംസിന് കേരളം ആതിഥ്യമരുളുമ്പോൾ ഒരു വലിയ ആവേശത്തോടെയാണ് നമ്മുടെ ജനങ്ങൾ അതിനെതിരേറ്റുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നടന്ന റൺ കേരള റൺ എന്ന പരിപാടി തന്നെ ആബാലവൃദ്ധം ജനങ്ങളും പങ്കെടുത്തുകൊണ്ട്, കൊച്ചു കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ പങ്കെടുത്തുകൊണ്ട് അവിസ്മരണീയമാക്കിയ ഒരു അനുഭവമായിരുന്നു. തീർച്ചയായും ഗെയിംസിന് ആതിഥ്യമരുളുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ, സ്പോർട്സ് മേഖലയിൽ അഞ്ജു ബേബി ജോർജും PT ഉഷയും ജിമ്മി ജോർജുമെല്ലാം തുടങ്ങിയ കായിക പ്രതിഭകൾ മാറ്റുരച്ച ഈ കേരളത്തിൽ ലോകത്താകമാനം നമുക്ക് നമ്മുടെ കായിക പ്രതിഭകളെ കൊണ്ട് പേരെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ നാട്ടിൽ വീണ്ടും സ്പോർട്സിൻ്റെ ഒരു വരവ് എന്നത് നമ്മുടെ കായിക ലോകത്തിന് ഊർജ്ജം പകരും, ആവേശം പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഴിമതിയുടെ കഥകൾ മാറാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെ പരിപാടി വളരെ കൊട്ടിഘോഷിക്കപ്പെട്ടൊരു പരിപാടിയാണ്, ലാലിസം എന്ന് പറഞ്ഞ പരിപാടി. പക്ഷേ ഈ ലാലിസത്തിൽ പോലും അഴിമതിയുടെ കറപുരണ്ടിട്ടില്ല എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ദേശീയ ഗെയിംസ് രാജ്യത്തിൻ്റെ മികച്ച കലാകാരന്മാരെ, കായിക പ്രതിഭകളെ സംഭാവന ചെയ്യേണ്ട ദേശീയ ഗെയിംസ് ഒരർത്ഥത്തിൽ അത് പിറകോട്ട് പോകുന്നതിന് പ്രധാന കാരണം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ട പൈസ മുഴുവൻ അഴിമതിയായി, ധൂർത്തായി മറ്റെവിടേക്കോ സഞ്ചരിക്കുന്നുള്ളതുകൊണ്ടാണ്. മികച്ച കായിക പ്രതിഭകളെ കണ്ടെത്തുകയല്ല, മികച്ച അഴിമതി എങ്ങനെ നടത്താമെന്നുള്ളതിനെക്കുറിച്ചാണ് പലരും, ഇതിൻ്റെ സംഘാടകരിൽ പലരും ഗവേഷണം നടത്തുന്നത്. ദേശീയ ഗെയിംസ് ഇവിടെ നടക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ദേശീയ ഗെയിംസിനെ വരവേറ്റ അസുലഭമായ കാഴ്ചകൾ നിരവധി കേരളത്തിൽ ജനങ്ങൾ കാണുകയുണ്ടായി. പഴയങ്ങാടിയിലായാലും പയ്യന്നൂരിലായാലും കേരളത്തിന് അങ്ങോളം ഇങ്ങോളമായാലും ദേശീയ ഗെയിംസിൻ്റെ ഭാഗമായി നടന്ന റൺ കേരള റൺ കൂട്ടയോട്ടം നമുക്കറിയാം. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാം മറന്ന് കേരളത്തിൽ ഓടുന്ന ഒരു കാഴ്ചയാണ് ദേശീയ ഗെയിംസ് ആദ്യമായി നമുക്ക് സമ്മാനിച്ചത്. CPIM പിലിക്കോട് ലോക്കൽ കമ്മിറ്റി ഓഫീസ് തിങ്കളാഴ്ച VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. കയർ തൊഴിലാളികൾക്കുള്ള സബ്സിഡി സർക്കാർ നിർത്തലാക്കിയത് കയർ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സബ്സിഡി നിർത്തലാക്കിയത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു.
നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനോത്സവം ഏപ്രിൽ 20 മുതൽ 30 വരെ കാലിക്കടവിൽ നടക്കും. മുന്നൊരുക്കങ്ങൾ സജീവമായി. വ്യാപാരി വ്യവസായ സമിതി ചെറുതാഴം പഞ്ചായത്ത് കൺവെൻഷൻ പിലാത്തറ വ്യാപാര ഭവനിൽ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.